ഗാസ സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഹമാസിന് US നൽകിയ സമയപരിധി ഏതാണ്ട് അവസാനിക്കാറായി. അതിനിടെ പദ്ധതിയിൽ ആദ്യ പ്രതികരണം ഹമാസ് നടത്തി. ട്രംപിൻ്റെ സമാധാന പദ്ധതിയിലെ ചില ഉപാധികൾ ഹമാസ് അംഗീകരിച്ചു. ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറാനും ഹമാസ് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ചില നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലെന്നും കൂടുതൽ ചർച്ചകൾ വേണമെന്നും ഹമാസ് പറയുന്നു. ഹമാസ് ആയുധം ഉപേക്ഷിക്കണമെന്ന നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിട്ടില്ല എന്നാണ് സൂചന. ഹമാസിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും തടവുകാരെ കൈമാറാനും ഗാസയിൽ അടിയന്തര സഹായം എത്തിക്കാനും അറബ് ഇസ്ലാമിക രാജ്യങ്ങളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ദികളെയും വിട്ടു നൽകും. ഇതിനായി ട്രംപിൻ്റെ പദ്ധതിയിലെ നിർദ്ദേശമനുസരിച്ചുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഗാസയുടെ ഭരണം താൽക്കാലിക പലസ്തീൻ സമിതിയെ ഏൽപ്പിക്കണമെന്ന പദ്ധതിയിലെ നിർദ്ദേശവും ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്. ഗാസ മുനമ്പിൻ്റെ ഭരണം പലസ്തീൻ ദേശീയ അഭിപ്രായത്തിൻ്റെയും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയോടും കൂടി താൽക്കാലിക പലസ്തീൻ സമിതിയെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചത്. എന്നാൽ ചില വ്യവസ്ഥകളിൽ ചർച്ചകൾ വേണമെന്ന് ഹമാസ് അറിയിച്ചു. ഗാസയുടെ ഭാവി, പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ, ഇക്കാര്യങ്ങളിൽ ചർച്ച വേണമെന്നാണ് ഹമാസിൻ്റെ ആവശ്യം. ഹമാസിൻ്റെ പ്രസ്താവന ട്രംപ് ട്രൂ സോഷ്യലിൽ പങ്കുവച്ചിട്ടുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രധാന ലക്ഷ്യം. എന്നാൽ നിരായുധീകരണ നീക്കം ഹമാസ് അംഗീകരിച്ചിട്ടില്ല. ഇത് ഉൾപ്പെടെയുള്ള ഉപാധികൾ ചർച്ച ചെയ്യണമെന്നാണ് ഹമാസിൻ്റെ ആവശ്യം. എന്നാൽ ഇതിന് ട്രംപ് വഴങ്ങുമോ എന്നറിയില്ല. അതിനിടെ ഗാസ സമാധാന പദ്ധതിയിൽ പ്രതികരിക്കാൻ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ട്രംപ്. US സമയം ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം. സമയപരിധിക്കുള്ളിൽ സമാധാന പദ്ധതി അംഗീകരിക്കണം. ഇല്ലെങ്കിൽ മുമ്പ് ആരും കണ്ടിട്ടില്ലാത്ത വിധം സർവനാശമാണ് കാത്തിരിക്കുന്നതെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഹമാസ് വർഷങ്ങളായി ഭീഷണിയാണ്. ഇസ്രായേലിൽ 2023 ഒക്ടോബർ 7 കൂട്ടക്കൊല അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമായിരുന്നു. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, വയോധികർ കൂടാതെ ഒട്ടേറെ യുവതീ യുവാക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇവരെല്ലാം ഹമാസ് കൊലപ്പെടുത്തി. ആക്രമണത്തിന് പ്രതികാരമായി 25,000-ത്തിലധികം ഹമാസ് സൈനികർ ഇതിനകം കൊല്ലപ്പെട്ടുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗവും കുടുങ്ങിക്കിടക്കുന്നു. അവരുടെ ജീവനുകൾ കൂടി ഇല്ലാതാക്കാൻ വലിയ സമയം വേണ്ട. നിങ്ങൾ എവിടെയാണെന്നും ആരാണെന്നും ഞങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങളെ വേട്ടയാടി കൊലപ്പെടുത്തും. നിരപരാധികളായ എല്ലാ പലസ്തീനികളും ഉടൻ ഗാസയിലെ സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് മാറിപ്പോകണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നു. ഹമാസിനൊരു അവസരം കൂടി ലഭിക്കും. ഈ കരാർ അവശേഷിക്കുന്ന ഹമാസ് പോരാളികളുടെ ജീവൻ രക്ഷിക്കും. ഈ രേഖയുടെ വിശദാംശങ്ങൾ ലോകത്തിന് നന്നായി അറിയാം. ഇതൊരു മികച്ച പദ്ധതിയായി എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുമ്പായി ഹമാസുമായി ഒരു കരാറിലെത്തണം. ഈ അവസാന അവസരത്തിൽ കരാറിൽ എത്താറായില്ലെങ്കിൽ ആരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സർവനാശം ഹമാസിനുണ്ടാകും. എങ്ങനെയായാലും മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഗാസ സമാധാന പദ്ധതിയിലെ 20 വ്യവസ്ഥകൾ ട്രംപ് പുറത്തുവിട്ടത്. സമാധാന പദ്ധതിക്ക് മറുപടി നൽകാൻ ഹമാസിന് 3-4 ദിവസം വരെ സമയമുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. സമയപരിധി പിന്നിട്ടിട്ടും ഹമാസ് പ്രതികരിച്ചില്ല. ഇതേ തുടർന്നാണ് ഞായറാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ പദ്ധതി അംഗീകരിക്കണമെന്ന് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയത്.